ഹലോ ഗൈസ്, പുതിയൊരിടയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ഫുട്ബോളിന്റെ വിശ്വവേദി, ആ വിശ്വ പോരാട്ടങ്ങൾ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ കണ്ടതല്ല ഒരുപക്ഷെ പോരാട്ടങ്ങൾ. ഇനിയാണ് ഫുട്ബോൾ ലോകത്തിന്, ഫുട്ബോൾ ആരാധകർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുന്ന ദിനങ്ങളെന്ന് ഒരുപക്ഷെ തോന്നിപ്പോവും. അതെ, ചെറിയ ടീമുകൾ വമ്പൻ ടീമുകളെ വിറപ്പിക്കുന്നു. അർജന്റീനയുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. മുട്ട് വിറയ്ക്കുന്ന രീതിയിൽ ഓരോ ടീമുകളെയും ചെറിയ ടീമുകൾ വിറപ്പിക്കുന്നു. വമ്പൻ പോരാട്ടങ്ങൾ കാത്തിരിക്കുന്ന രീതിയിൽ പാത്തുകൾ സെറ്റാവുന്നു. എന്നാ ലോകകപ്പാണല്ലേ. ആദ്യത്തിൽ പരാജയപ്പെട്ടു പോയപ്പോൾ കളിക്കളത്തിലെ അകത്തെ പെർഫോമൻസ് കൊണ്ട് ധന്യമായ വേൾഡ് കപ്പ് ആയിരുന്നു. എന്തുകൊണ്ടും 2026 ഇനി നമ്മൾ കാത്തിരിക്കുന്നു. അത് പറയാറായിട്ടില്ല. എന്നാലും ഇതുവരെ നോക്കുമ്പോൾ ഇന്നും അത്തരത്തിൽ രണ്ട് പോരാട്ടങ്ങൾ നമ്മളെ ഒരിക്കലും മിസ് ചെയ്തുകൂടാത്ത രണ്ട് പോരാട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാക്സിമം അത് പരിഗണിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ബ്രസീൽ വേഴ്സസ് നോർവേ. രണ്ട് നല്ല ബെസ്റ്റ് ടീമുകളാണ്. നോർവേ ആണെങ്കിൽ എന്താ പറയുക, ഏതൊരു ടീമിനെ വെല്ലുവിളിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ഏത് ബ്രസീൽ എന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്ന ടീമാണ്. അവർ പറയും, അവരുടെ കോച്ച് പറയുന്നുണ്ട്, അതായത് എന്താ പറയുക, ഞങ്ങൾക്ക് വലിയ സാധ്യതയൊന്നും ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾ പഠിക്കാതെ എക്സാം എഴുതി എന്തോ പെരുസ പ്ലാൻ പണ്ണുന്നത്. കാരണം എന്തോ മനസ്സിൽ കണ്ടിട്ട് പറയുന്നത് പോലെ. കുറുക്കനുള്ള ടീമല്ലേ, അപ്പൊ എങ്ങനെയായാലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഞങ്ങൾ വിജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ഞാൻ പറയുന്നു ഞങ്ങൾക്ക് സാധ്യത കുറവാണ്. പക്ഷേ അത് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം എഫേർട്ട് എടുത്ത് മാക്സിമം ബെസ്റ്റ് പെർഫോമൻസ് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാം സമർപ്പിച്ച് കൊടുക്കുക. അത് മാത്രമാണ് ചെയ്യാനാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതായത് അണ്ണം പറയുന്നത് ഞങ്ങൾക്ക് സാധ്യതയൊന്നുമില്ല, അതൊരു ഒരു 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 സൈക്കോളജിയാണ്. അതിനെപ്പറ്റി ബ്രുണോ ഗുയിമിറസ് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാല് അത് മഹാപഹയനാണ് ഹാളൻഡ്, അവൻ വെറും കുറുക്കനാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഹാളൻഡ് അങ്ങനെ പറയും കാരണം അവരുടെ മേലുള്ള സമ്മർദ്ദം അതിലൂടെ അവൻ ഒഴിവാക്കും. എന്താ, ഞങ്ങൾക്ക് വലിയ സാധ്യതയൊന്നുമില്ല, അവർ വിജയിക്കും എന്ന് പറഞ്ഞിട്ട് അവർക്ക് മേലുള്ള സാധ്യതകൾ ഒരു സമ്മർദ്ദം അവർ ഒഴിവാക്കിയിട്ട് ഞങ്ങളുടെ മേളിലേക്ക് എല്ലാ രീതിയിലുള്ള സമ്മർദ്ദം അങ്ങ് ഇട്ട് തരും. അങ്ങനെ ഒരു പഹയനാണ്, തലച്ചോറിലേക്ക് ആവശ്യമില്ലാത്ത ഇട്ട് തരുന്നവനാണ് അവൻ എന്ന് ബ്രുണോ ഗുയിമറസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ കാർലോ ആൻസലോട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഹാലൻഡിനെ പൂട്ടാൻ എന്താണ് വഴി? അപ്പൊ അദ്ദേഹം പറയാണ്, എന്താ പറയുക, അതിന് എൻ്റെ കയ്യിൽ എൻ്റെ ഒരു പുത്രൻ ഇരിപ്പുണ്ടല്ലോ, ഗബ്രിയൽ മെക്കല്ലിസ്, അവനെ ആയിരിക്കും ഞാൻ ഉപയോഗിക്കുക എന്ന് തന്നെ എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹത്തിന് ഉപയോഗിച്ച് നല്ല ശീലമുണ്ട്. റൂട്രിഗർ എന്ന ഐറ്റത്തെ റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ ഉപയോഗിച്ച് അങ്ങേർക്ക് പരിചയമുള്ളതാണ്. അങ്ങേർക്ക് ഹാളൻഡ് എന്ന് കേൾക്കുമ്പോൾ പൂട്ടാൻ അങ്ങേര് എവിടെന്നെങ്കിലും ഒപ്പിക്കുന്ന മനുഷ്യനും കൂടെ ആണ്. അപ്പൊ അദ്ദേഹം അത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അദ്ദേഹം പറയുന്ന വേറെയാണ്, ഇനി ഹാളൻഡിനെ പൂട്ടിയിട്ട് അവനിലേക്ക് എല്ലാവരെയും വലിച്ചുകൊണ്ട് പോയിട്ട് ബാക്കിയുള്ളവർ കയറി അടിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് അങ്ങ് വാങ്ങി വെച്ചേക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്ന വെച്ചാല് ഹാളൻഡിൽ മാത്രമല്ല ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഓൾ പ്ലേയേഴ്സ്, എല്ലാവരുടെ പ്ലേയേഴ്സിലേക്കും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്മറിന്റെ കാര്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മറുപടിയുടെ രീതി തരുന്നത് വെച്ചാല്, എടേ എൻ്റെ പൊന്നു മക്കളെ, അവന്റെ ഫിറ്റ്നസ് ഒന്ന് മര്യാദയ്ക്ക് വരണ്ടേ, എന്നാലേ എനിക്കൊന്ന് ഇറക്കാൻ പറ്റൂ. അദ്ദേഹം പറഞ്ഞ വിനിയായിട്ട് കളിക്കാൻ സാധ്യത കുറവാണ്, പക്ഷേ അവനൊരു ആവശ്യമുണ്ടെങ്കിൽ അവനൊരു 60 മിനിറ്റ് 70 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ വരും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വെയിറ്റ് ആൻഡ് സീ, തീപ്പൊരി പോരാട്ടം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഡെനിലോയും അതേപോലെ കസമിറോയും, ഇവർ രണ്ടുപേരും നല്ല സൂപ്പർ പണിയുടെ വക്കിലാണ് നിൽക്കുന്നത്. അക്കോർഡിംഗ് ടു ഫിഫ റൂൾ നിയമപ്രകാരം, എന്താ പറയുക, ഫിഫ റൂളിന്റെ നിയമപ്രകാരം എന്താ, ഓൾറെഡി അവർ യെല്ലോ കാർഡ് റൗണ്ട് ഓഫ് 32 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കളിയിലും കൂടെ ആയാൽ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സസ്പെൻഷനാണ്. ഇനി നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോവാം. മെക്സിക്കോ വേഴ്സസ് ഇംഗ്ലണ്ടിന് ഓൾറെഡി നല്ല പണി കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, മെക്സിക്കോ സിറ്റി ലാസ്റ്റക്ക സ്റ്റേഡിയത്തിലാണ്, 7000 സംതിങ് എന്തോ ഓൾട്ടിറ്റ്യൂഡിലാണ് ആ ഒരു മത്സരം നടക്കുന്നത്. ആ ഒരു എന്താ പറയുക, സീ ലെവലിൽ നിന്ന് അത്രയും ഉയരമാണ് അതിനുള്ളത്. സോ എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. മെക്സിക്കോ ഇംഗ്ലണ്ട് മിക്കവാറും അടപ്പളകുന്ന സാധ്യതകൾ കാണുന്നുണ്ട്. സോ അതിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു കാര്യം, ഇതിന്റെ പേര് ഞാൻ വന്നു, ഒരു ഡ്രഗ് സൈസ് ഒരു സംഭവം
ഇംഗ്ലണ്ട് ടീം ഉപയോഗിക്കുന്നു എന്നൊരു എവിടെ നിന്നൊക്കെയോ റൂമറുകൾ ഇങ്ങനെ പ്രചരിച്ചിരുന്നു. അതിനെപ്പറ്റി തോമസ് സുഷേലിനോട് ചോദിക്കുന്നുണ്ട്, സാർ എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന്. അപ്പോൾ അദ്ദേഹം പറയാണ് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങുന്ന പരിപാടി അത് നമ്മുടെ അത് എന്തെന്നോ ഏതെന്നൊക്കെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പം അത് കിട്ടും. പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല. ആ ഒരു ലഹരി ഉപയോഗിക്കുന്ന പരിപാടി നമുക്ക് ഇല്ല എന്ന രീതി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഇല്ല, ഇത് യാഥാർത്ഥ്യമല്ലാത്ത കാര്യമാണ്. അദ്ദേഹം ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, ചിരിച്ചത് തള്ളുവാണ്. അതേസമയം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മെക്സിക്കോയുടെ കോച്ച് പറയുന്നുണ്ട് അത് ഹാളൻഡിന് നോർവേയും പോലെയാണ്, സമ്മർദ്ദം ഇട്ട് കൊടുക്കുക. അദ്ദേഹം പറയാണ് അതായത് ഞങ്ങള് വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അതൊന്നും അങ്ങനൊന്നും ഇല്ല. അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഈ മത്സരത്തിൽ ആരാണോ ഏറ്റവും കുറവ് മിസ്റ്റേക്ക് വരുത്തുന്നത് അവർ മാത്രമേ ജയിക്കൂ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് നമുക്ക് കാത്തിരിക്കാം തീപ്പൊരി പോരാട്ടങ്ങൾക്ക് വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വരെ.